ഗൈസ്, എല്ലാവർക്കും ഫെനൂസ് വ്ലോഗ് എന്ന ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നാടിനെ കുറിച്ചാണ്. എല്ലാവരും പുല്ലായിരിക്കും, പക്ഷെ ആദ്യം നല്ല നെൽകൃഷിയായിരുന്നു. അപ്പോൾ നമ്മൾ കൃഷിയിലേക്ക് പോകാം. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഈ ഏരിയേൻ്റെ പേര് കളത്തത്തൊടിയിൽ നിന്നാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പൂളക്കടവ് എന്നൊക്കെ പോലെ പൂളക്കടവിൽ കുറേ സ്ഥലങ്ങളുണ്ട്. അമ്മോത്ത് പറക്കളം അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൃഷിയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കൈപ്പക്കയും പടവലവും ആണ്. ഇതിലേതാ പടവലെന്ന് കൈപ്പക്കാന്ന് അറിയില്ല. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. എനിക്ക് അറിയില്ല കൈപ്പ പയറും ഏതാണ് പടവലയും ഏതാണ്. അവിടെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് കാണിച്ചു അങ്ങനെയല്ലേ അവർക്ക് പറയാൻ കഴിയും. അവിടെയൊക്കെ ആ ചെടി ചിലപ്പോൾ ഇതായിരിക്കും കൈപ്പക്കാന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ചെറുതായിട്ട് പയറ് കുഴിച്ചിട്ടുണ്ട്. പയറാണിത്, അത് ഞാൻ പറഞ്ഞത്. ഇതേതാ ചെടിയെന്ന് അറിയില്ല. ഇവിടെ നിന്നാണ് ഞങ്ങൾ വെള്ളമൊക്കെ കുഴിച്ചത്. കൃഷിയിലേക്ക് ഒഴിക്കാൻ വെള്ളമൊക്കെ കോരല് ഇങ്ങനെ കോരും, ഇങ്ങനെ എടുക്കും, ഒഴിക്കും. അങ്ങനെയാണ് ഞങ്ങൾ കൃഷിയിൽ നിന്ന് വെള്ളം കോരല്. വെറുതെ കൊടുക്കണം, അങ്ങനെയാണ് വെള്ളം കോരല്. നമുക്ക് നേരെ ചീരയിലേക്കും പയറിലേക്കും കിടക്കാം. ഇതാണ് പയറിൻ്റെ ഒരു രണ്ടൊക്കെ ഇല മുളച്ചിട്ടേ ഉള്ളൂ. ഇത് ഇന്നലെ ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ഈ കൂടി ആ വഴി കൂടി നടക്കുന്നത്. ഇതേതാണെന്ന് അറിയില്ല. ഇതേതാ പയർ തന്നെ ആയിരിക്കും. ഇത് ചീര, ചോപ്പ് ചീര. അത് നല്ല രസത്തിലാണ് അത് വളർന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഒരു വയലാണ്. ഇതൊക്കെ ഒരു വയൽ. ഇവിടെയാണ് ഞങ്ങൾ ആദ്യം ഫുട്ബോളൊക്കെ കളിച്ചിരുന്നത്. അപ്പോൾ അവസ്ഥയിലാണ് ഗൈസ് ഇങ്ങനെ ഈ ഒരു ഇതിലായത്. ഇറ്റാച്ചി വന്നിട്ടാണ് ഇതൊക്കെ മണ്ണൊക്കെ പുല്ലൊക്കെ പറിച്ചത്. നിങ്ങൾ ആദ്യത്തെ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞെട്ടിപ്പോയ സാധ്യതയുണ്ട്. പണ്ട് നല്ല ഇതൊക്കെ ആയിരുന്നു, പോയൊരു ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ ഇതേമാതിരി എത്തിച്ചല്ലോ. ഇതൊക്കെ ആ വീട്ടിലത്തെ പറമ്പത്തെ വെള്ളങ്ങളാണ് കേട്ടോ. ഈ പുല്ലൊക്കെ ഇവിടെയൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി പറയുന്നതായിരിക്കും. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, ബൈ.